ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ലക്ഷ്യമായ ഇരിപ്പിടങ്ങളിലിരിക്കുക. ഗുരുനാഥന്മാരുടെ വലിയ അനുഗ്രഹമാണ് ഈ ഭജനങ്ങളുടെ അനുഗ്രഹം ചൊരിയുന്ന ധർമ്മശാസ്താവിൻ്റെ അപാരമായ കൃപയാണ്. ഇത് പ്രഥമമായി ഈയൊരു ദേവസ്ഥാനത്ത് ഇങ്ങനെയൊരു ഭാഗവത സപ്താഹം നടത്താൻ നമുക്ക് അവസരം കഴിയുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാവർക്കും മലയാളം കൊത്തുമല്ലേ? എനിക്ക് കന്നഡ കൊത്തില്ല. അപ്പോൾ മലയാളമേ പ്രതീക്ഷിക്കാവൂ. സാധിക്കുന്നത് പോലെ ഈ മഹത്തായ വേദവ്യാസ വിരചിതമായ ശ്രീമദ് ഭാഗവതത്തെ 7 ദിവസം കൊണ്ട് നമുക്ക് അറിയാം, നമുക്ക് മനസ്സിലാക്കാം. അത്രയ്ക്ക് വലിയ ഒരു ഗ്രന്ഥത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ഒരു ലോകത്തെ ഇത്രയടുത്ത് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നമ്മൾ ഇതുവരെ ഇത് അറിഞ്ഞില്ലല്ലോ എന്നുള്ള തോന്നലാവും നിങ്ങൾക്ക് 7 ദിവസം കഴിയുമ്പോൾ ഉറപ്പാണ്. കാരണം കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് ശ്രീമദ് ഭാഗവതത്തെ കൊണ്ടാകുക. എത്ര തവണ എന്നുള്ളതല്ല, ഭാഗവതം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു വാടകുന്നം എന്നുള്ള ഗുരുനാഥൻ തുടങ്ങി വെച്ച ഒരു മാർഗമാണ്, ഒരു ഉപാസനാ മാർഗമാണ്. ഭഗവത് ഉപാസനയ്ക്ക് ശ്രേയോമാർഗങ്ങൾ ധാരാളമുണ്ട്. എങ്കിലും ഉത്തമമായത് ആത്മവിചിന്തനം ചെയ്യുന്ന മാർഗമാണ്. അതായത് ഈശ്വരൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, അതായത് ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ്, ആ അനുഭവത്തിലേക്ക് ഓരോരുത്തരെയും എത്തിച്ചേർക്കലാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ള ഗ്രന്ഥം ചെയ്യുന്നത്. സതുപാസനയിലൂടെ സാവധാനതയാശ്രമം, ഭാഗവതം പറയുന്നത് തന്നെ സാവധാനതയാശ്രമം. സാവധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥത്തിൽ ഈ മെല്ലെ എന്നുള്ളതല്ല. സാവധാനം എന്ന് പറഞ്ഞാൽ സാവധാനതയാ, അവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. സാവധാനതയാശ്രമം. കാലവ്യാളമുഖഗ്രാസത്രാസ നിർനാശ ഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലവു കീരേണ ഭാഷിതം. കുയിലിന് അതിമനോഹരമായ ശബ്ദമുണ്ടാക്കാൻ സാധിക്കും. കർണങ്ങളെ തഴുകി ആ ശബ്ദത്തെ ഉള്ളിലെത്തിക്കാൻ കുയിലിന് സാധിക്കും. അങ്ങനെയുള്ളൊരു കുയിലാണ് ഈ ഭാഗവതത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ മനോഹരമായി പാട്ടുപാടുന്ന, മനോഹരമായിട്ട് കഥ പറയുന്ന, മനോഹരമായിട്ട് വാക്കുകൾ ഉച്ചരിക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പക്ഷിയാണ് തത്ത. തത്ത പറയുന്നത് തന്നെ. അപ്പം അങ്ങനെയൊരു തത്ത പറഞ്ഞ കഥയാണ് ശ്രീമദ് ഭാഗവതം. ധാരാളം വൈശിഷ്ട്യങ്ങളുണ്ട് ഇതിൽ. ആ വൈശിഷ്ട്യങ്ങൾ പതിയെ ഇതിനൊക്കെ എല്ലാത്തിനെയും പറഞ്ഞ് ഒരാളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് സാധിക്കില്ല. മഹാത്മ്യം എന്നുള്ളത് ഒരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന സംഗതിയല്ല. ശ്രീ മഹാദേവനും മഹാദേവിയും കൂടെയുള്ള ഒരു ചർച്ചയിൽ മഹാദേവി ചോദിച്ചു, മഹാദേവൻ വന്ന് പറയും ഭാഗവത്തിൻ്റെ മഹാത്മ്യം നീ എവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് പാർവതിയെ അടുത്തിരുത്തിക്കൊണ്ട് മഹാദേവൻ മഹാത്മ്യം പറഞ്ഞു തുടങ്ങിയിട്ട് തീർന്നിട്ടില്ല ഇപ്പോഴും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വൈശിഷ്ട്യമുള്ളതാണ് ഈ മഹാത്മ്യം. മഹാത്മ്യം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളത്. മഹത്വം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ വലുപ്പമാണ്. ഒരു എറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശർക്കരയുടെ ആണി വെച്ചാൽ തന്നെ എത്ര വലുപ്പം. അതേപോലെയുള്ള വളരെ സൂക്ഷ്മമായ അല്ലെങ്കിൽ വളരെ കുറച്ച് അല്പജ്ഞാനമുള്ള നമ്മൾ
ഈ ഭാഗവത്തിൻ്റെ മഹത്വവും ഭഗവാന്റെ മഹത്വവും പറയാൻ പുറപ്പെട്ടാൽ തീരൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കും പറയാലോ അല്ലേ. കുറുമ്പ് എന്ന് വെച്ചിട്ട് നഭപതന്തി ആത്മസമം പതത്രിണ തഥാഗതിം വിഷ്ണുഗതിം വിപശ്യത. വലിയ പക്ഷികൾ ആകാശത്തിൽ ഉയരെ പറക്കും. ഉയരെ പറക്കുന്ന സമയത്ത് വളരെ മേഘത്തിൻ്റെ മുകളിൽ വരെ അവർക്ക് പറക്കാൻ സാധിക്കും. ചെറിയ പക്ഷികളോ അയ്യോ ഞങ്ങൾക്ക് അത്രക്കൊന്നും പറക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നാണം കുടുങ്ങിയിട്ട് ഞങ്ങൾ പറക്കണില്ല കേട്ടോ, കാരണം അവരെ പോലും ഞങ്ങൾക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറില്ല. അവർക്ക് പറ്റുന്നത് പോലെ അവർ നഭപതന്തി ആത്മസമം പതത്രിണ. അതേപോലെയാണ് ഭക്തന്മാരായ നമ്മളെല്ലാവരും. എത്രത്തോളമാണോ നമ്മുടെ അറിവ് അതിനനുസരിച്ച് കൊണ്ട് ഈ ഗ്രന്ഥത്തെയും ഭഗവാനെയും സനാതന മൂല്യങ്ങളെയും കുറിച്ച് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് നമ്മളിങ്ങനെ ഒരു വേദിയിൽ. ഇതിൻ്റെ സമ്പ്രദായത്തെക്കുറിച്ച് അധികം പരിചയമില്ലാത്തതുകൊണ്ട് സപ്താഹത്തിൻ്റെ ഒരു സമ്പ്രദായം ആദ്യമേ പറയാം. സപ്താഹ സമ്പ്രദായം എന്നുള്ളത്, സപ്താഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ 7 ദിവസം എന്നുള്ളതാണ്. 7 ദിവസം. അപ്പോൾ ഇന്നും കൂടെ കൂട്ടുമ്പോൾ 8 ആണെങ്കിൽ ഇന്ന് ഇതിൻ്റെ മഹാത്മ്യം. അതായത് നമ്മൾ തലേ ദിവസം ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവുമല്ലോ, നാളെ ഇന്നതൊക്കെയാ പരിപാടി എന്ന്. 7 ദിവസം ഇന്നതാ പരിപാടി എന്നൊരു അനൗൺസ്മെൻ്റ് ചെയ്യുമല്ലോ. ആ അനൗൺസ്മെൻ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ 7 ദിവസം, 10-ാം തീയതിയിലേക്ക്. ഇന്ന് 9 അല്ലേ. 10, 11, 12, 13, 14, 15, 16. 16-ാം തീയതി ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ യജ്ഞം സമർപ്പിക്കും. ഓരോ ദിവസവും ഓരോരോ വഴിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സഞ്ചരിച്ച് നമ്മൾ ഭഗവത്പദമാകുന്ന ബ്രഹ്മത്തിലേക്ക് എത്തിച്ചു. 7-ാം ദിവസം അതിനെന്ത് വേണം? മുന്നിലൊരാൾ പോകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയും നോക്കി എന്നാൽ ശരിയല്ല, അയാളെ കൂടെ പോകണം അല്ലേ. അപ്പോഴേ നമുക്ക് 7-ാം ദിവസം അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് 7 ദിവസം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര പോവാണ്. അത് ഭഗവാന്റെ കഥകളിലൂടെ ഭഗവാന്റെ ലോകത്തേക്ക് ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഭഗവാനെക്കുറിച്ച് പാടിക്കൊണ്ട് നമ്മൾ സഞ്ചരിക്കണം. അപ്പം അതിൽ ധാരാളം ഭഗവാന്റെ അവതാരങ്ങൾ, ഭഗവത് സ്തുതികൾ, ഭഗവത് ഭക്തന്മാരുടെ വാക്കുകൾ, ഭഗവത് സ്വരൂപങ്ങൾ, ഭഗവാന്റെ ലീലകൾ, എത്ര മനോഹരമായ രംഗങ്ങളുണ്ടെന്ന് പറയും ധാരാളമുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ശ്രദ്ധാപൂർവം നമ്മളുടെ പങ്കുചേരുന്നതാണ്. ഈ യജ്ഞത്തിൻ്റെ സമ്പ്രദായം ആദ്യമേ തന്നെ പറയാം. മഹാത്മ്യം എന്ന് പറഞ്ഞാൽ മഹാത്മ്യത്തിന് നിശ്ചിതമായ ചിട്ടയില്ല. 6 അധ്യായമാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യമായിട്ട് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ 6 അധ്യായത്തിൽ 6 അധ്യായവും പാരായണം ചെയ്യാൻ പുറപ്പെട്ടാൽ ഇപ്പം വായിച്ച് കഴിക്കുന്നത് തുടങ്ങിയ രാത്രി 10 മണിയിൽ വായിക്കുന്നത്. അതുകൊണ്ട് സാധാരണ 6 അധ്യായം വായിക്കാൻ പുറപ്പെട്ടാൽ ഒരു അധ്യായം വായിച്ച് പിന്നെന്ത് ചെയ്യും? അതിൻ്റെ ഒരു സാമാന്യമായ ആ കഥയും അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെ ചുരുക്കം പറയും. ഇതാണ് മഹാത്മ്യത്തിൻ്റെ സമ്പ്രദായം. പിന്നെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം രാവിലെ 6:15 നമ്മൾ ആരംഭിക്കുക. 6:15 ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എന്താണ് ഇവിടുത്തെ തേവരെ വണങ്ങിക്കൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ തരുന്നത് ഇവിടുത്തെ മൂർത്തിയായിട്ടുള്ള സ്വാമി ഭഗവാനല്ലേ. അപ്പോൾ കയ്യിൽ നെയ്യവിളക്ക് എടുത്തുകൊണ്ട് നമ്മളൊരു പ്രദക്ഷിണം ഭഗവാന്റെ തിരുനാമം ജീവിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് ഈ യജ്ഞവേദിക്ക് മുന്നിൽ കൊണ്ടുവന്ന് തോന്നും. എന്നിട്ട് നമസ്കരിച്ച് നമ്മളിവിടെ വിഷ്ണു സഹസ്രനാമ ചൊല്ലാറുണ്ട്. അപ്പം ആദ്യം നെയ്യവിളക്കെടുത്തുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ശ്രീഫലത്തിൻ്റെയും പറയുക പ്രദക്ഷിണം. ശ്രീഫലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലേ? ശ്രീഫലം എന്ന് പറഞ്ഞാൽ ഒരു താളത്തിൽ നാളികേരം, അതുപോലെ തന്നെ വസ്ത്രം, വീട്ടിലെ അടക്ക, പിന്നെ എന്തെങ്കിലും ഒരു ഫലം, ഒരു അതൊരു ദക്ഷിണ, ഇത്രയും ആണ് അതിന് വേണ്ടത്. ഇതെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുഖ്യനായ ഭാരവാഹി, എല്ലാ ഭാരവാഹികളും ഉണ്ടാവും. പിന്നെ ആൾക്കാർക്ക്
അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് യജ്ഞാചാര്യൻ ഭാഗവത ഗ്രന്ഥവും എടുത്തുകൊണ്ട് ഈ ദേവനെ ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ട് നമ്മൾ യജ്ഞബലി മുന്നിൽ കൊണ്ടുവന്ന് ഭാഗവതം സമർപ്പിച്ച് ഈ ശ്രീധനം സമർപ്പിച്ച് അതിൻ്റെ പുറകെ നെയ്വിളക്ക് സമർപ്പിച്ച് നമസ്കരിച്ച് എല്ലാവരും വിഷ്ണു സഹസ്രനാമം തയ്യാറാക്കുക. വിഷ്ണു സഹസ്രനാമം, ആ സഹസ്രനാമം കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലേക്കും കൈ തളിച്ച് അത് പുഷ്പങ്ങൾ, ആ പുഷ്പങ്ങൾ പ്രസാദമല്ല, ആ പുഷ്പങ്ങൾ ഇവിടെ ആർജിക്കാൻ പാടും. ഇപ്പം നമ്മളൊക്കെ നമ്മൾ നന്നാവണേ, ആദ്യം നന്നാവാൻ പ്രാർത്ഥിക്കുന്നത് നമ്മളാണ്. നമ്മുടെ മനസ്സ് നന്നാവണേ. പിന്നെ നമുക്കുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ആ പുഷ്പം ശ്രീമദ് ഭാഗവതമാകുന്ന പ്രത്യക്ഷ കൃഷ്ണസ്വരൂപി. ശ്രീമദ് ഭാഗവതം എന്നുള്ളത് വെറുമൊരു ഗ്രന്ഥമല്ല, ഭഗവത് സ്വരൂപമാണ്. സ്വരൂപമായി കണ്ടുകൊണ്ട് നമ്മളതിൽ അർച്ചിച്ച് നമസ്കരിക്കുന്നു. പിന്നെ അത് കീർത്തനാദികളുണ്ടാകും, ഭഗവാനെ കീർത്തിക്കുന്ന കീർത്തനാദികൾ. ഇത് കഴിഞ്ഞാൽ വന്ദന ശ്ലോകത്തോട് കൂടിയിട്ട് ഗ്രന്ഥം പാരായണം ആരംഭിക്കണം. ഒന്ന് ചോദിച്ചോട്ടെ, ശ്രീമദ് ഭാഗവത മഹാപുരാണം എന്നുള്ള ഗ്രന്ഥം, വേദവ്യാസവിരചിതമായ ഗ്രന്ഥം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? എത്ര പേരുടെ കയ്യിലും കൈവക്കാം? സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എന്തായാലും ആ ഗ്രന്ഥങ്ങളൊക്കെ വേണ്ടാവണം. നാളെ മുതൽ തീർന്നത് വേണം. വെച്ചാൽ ഇവിടെ പാരായണം ചെയ്യുമ്പോൾ അതിന് നമുക്ക് നോക്കില്ല. ഇനി അതെല്ലാം മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടാവില്ല ഇവിടെ. അപ്പം അവർക്ക് അയ്യോ നിങ്ങളുടെ കയ്യിൽ ഭാഗവതത്തിൽ എന്താ ജലം എന്താ ചെയ്യുക എന്നാണെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും അല്ലേ. ഒരു പുസ്തകം കിട്ടില്ലെങ്കിൽ ഇതിന് ഈ ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പം ഭാഗവതം എന്നുള്ളത് നമുക്ക് പാരായണം ചെയ്യുമ്പോൾ നമുക്കതിൽ കുറച്ച് ഫോണിലധികം നോക്കണം എന്ന് പറയില്ല, പക്ഷെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ആ ഭാഗവതം നമ്മുടെ ഇതിലുണ്ടാകും. അപ്പോൾ അതാണ് തന്നെ നോക്കി. പിന്നെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാരായണം, അത് കഴിഞ്ഞ് അതിൻ്റെ കഥാഭാഗം വിസ്തരിക്കും. സംസ്കൃതമായിട്ടുള്ള ഭാഗമാണ്, സംസ്കൃത ഗ്രന്ഥമാണ് പാരായണം ചെയ്യുന്നത്. അയ്യോ സംസ്കൃതം നമുക്ക് അത്രയൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. സംസ്കൃത പദങ്ങളൊക്കെ കന്നഡയിലായാലും മലയാളത്തിലായാലും നമുക്ക് പരിചിതമായ പദങ്ങളാണ്. സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്തെത്തിപ്പോൾ ഇയാളാണല്ലേ എന്ന് പറയുന്നത് ദൂരത്ത് ഞാൻ നോക്കുമ്പോൾ മനസ്സിലായില്ല. അടുത്തെത്തിപ്പോൾ ഇയാളാണ്, ഇയാളെനിക്കറിയാം അല്ലേ. അഥ സർവഗുണോപേതകാല പരമശോഭന, ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമാണ്. അഥ സർവഗുണോപേത, സർവഗുണോപേത എന്ന് എനിക്കറിയാത്തല്ലോ. കാലഹ എന്ന് പറഞ്ഞാൽ അറിയാത്തല്ലോ. പരമശോഭന എന്ന് പറഞ്ഞാൽ അറിയാത്തല്ലോ. ഉണ്ടോ? കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇതിലെല്ലാം അറിയാത്തല്ലോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ. അപ്പം നമുക്ക് ഈ സംസ്കൃതം അറിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അറിയാത്തതാണെന്ന് ഒരു ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ ഉണ്ടാകണം, അത്രേ പറയുന്നത്. പിന്നെ ഒരു 8:30 എത്തിക്കഴിഞ്ഞാൽ 9:15 ആരംഭിക്കും. 9:15 ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മൾ 12:45 വരെയാണ് നമ്മുടെ പാരായണം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സെക്ഷൻ പാരായണം, ഒരു 10:10 വരെ പാരായണം, പിന്നെ ഒരു 11 മണി വരെ പ്രഭാഷണം, പിന്നെ ഒരു 11:45 12 വരെ പാരായണം, 12:45 വരെ പ്രഭാഷണം, ഒരു 2 മണി 2:15 ആരംഭിച്ച് കഴിഞ്ഞാൽ 3:15 വരെ പാരായണം, 4 മണി വരെ പ്രഭാഷണം. അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് ഒരു ഇടവേള. അത് കഴിഞ്ഞാൽ ആ ദിവസത്തെ പാരായണ ഭാഗങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷണം. എന്തായാലും ഒരു 6-7 മണി, 6 മണിയോടുകൂടി വൈകുന്നേരത്തെ ചടങ്ങുകളെല്ലാം കഴിയും പരമാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ അവതാരങ്ങളൊക്കെ വരും, കുറച്ചൊന്നും വൈകുന്നേരം പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാവരും കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു 6-6:45 നിർത്തണം. ഇതാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അപ്പം അതിൽ ഈ അവതാര ഭാഗങ്ങൾ വേണ്ട സമയത്ത് അവിടെ പ്രത്യേകമായി കർപ്പൂര ആരതികളുണ്ടാകും, നിവേദ്യങ്ങളുണ്ടാകും. നാളത്തെ ദിവസത്തെ പ്രത്യേകത, നാളെ 1-ാം ദിവസമാണ്. 1-ാം ദിവസം ശ്രീമദ് ഭാഗവതം ആരംഭിക്കുമ്പോൾ
സൂത ശൗനക സംവാദം കാണാം. പിന്നാലെ വ്യാസ നാരദ സംവാദം കേൾക്കാം. പിന്നീട് ഭാഗവതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തി, വേദവ്യാസൻ ഭാഗവതം എഴുതിയത്, ഭീഷ്മര്, ദ്രോണര്, ഇവരുടെ സ്തുതികൾ, പരീക്ഷത്തിനുള്ള ഭാഗവത ശ്രോതാവിൻ്റെ ജനനം, മഹാഭാരതത്തിലുള്ള കഥകളൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞാൽ ഭാഗവതത്തിലേക്ക് എത്തുമ്പോൾ ഭാഗവത ശ്രോതാവായി പരീക്ഷത്ത് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് അതിക്കറിയേണ്ടത് രസകരമായ രംഗമാണ്. അദ്ദേഹത്തിൻ്റെ ആ കഥകളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന ജ്ഞാനിയായ ശ്രീശുഖനെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മധുരമായിട്ടുള്ള വാക്കുകൾ ഭഗവാനെ സ്തുതിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ബ്രഹ്മാവിൻ്റെ ലോകത്തേക്ക് നമ്മൾ പോകും. ബ്രഹ്മാവ് നാരദനും തമ്മിൽ അന്യോന്യം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. ബ്രഹ്മാവ് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ സാധിക്കും. പിന്നീട് ഉദ്ധവനും വിതുരനും തമ്മിൽ സംഭാഷണം കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമി തന്നെ ഭഗവാന്റെ വലിയ വരദാനമല്ലേ എന്ന് പറഞ്ഞ് വരാഹ അവതാരം. ഇപ്പം നാളെ വൈകുന്നേരം ഭഗവാന്റെ വരാഹ അവതാരമാണ് മുഖ്യമായ. എത്ര അവതാരമുണ്ട് ഭഗവാന്? ഇത് പറയാൻ പറ്റില്ല അല്ലേ? മത്സ്യപൂർണ്ണോ വരാഹർഷ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു 10 അവതാരം ചിലപ്പോൾ പറയും. ദശാവതാരം, അതല്ലാതെ 24 അവതാരം പിന്നീട് ഒരിക്കൽ പറയും. പിന്നീട് പറയുന്നു അവതാരാഖ്യസംഖ്യേയ, അസംഖ്യങ്ങളാണ് ഭഗവാൻ അവതാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അവതരതി നേത്രം. അവതരതി, അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റേജിൽ സംഗതി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷീഭവിക്കുക എന്നുള്ളത്. ഒരു സംഗതി പരോക്ഷമായതിനെ പ്രത്യക്ഷമാക്കുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. ഇപ്പൊ ഈശ്വരനുണ്ട് എല്ലായിടത്തും, പക്ഷെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നൊരു രൂപമായിട്ട് ഭഗവാൻ വരുമ്പോഴാണ് അതിനെ അവതാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവതാരങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വരാഹാവതാരങ്ങളുടെ മുഖ്യമായ ആ അവതാര ഭാഗത്തെയാണ് നാളെ വൈകുന്നേരം മനസ്സിലാക്കുന്നത്. ഇപ്പം അവതാരമൂർത്തി വേണമെന്ന് ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു, ഒരാൾ നമ്മളെ കാണാനായിട്ട് വന്നു, നമ്മളെന്ത് ചെയ്യും? അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കുക്കിനി. അപ്പം അതിനാണ് വിശേഷപ്പെട്ട നിവേദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒറ്റയപ്പമാണ്. ഒറ്റയപ്പം എന്നുള്ളത് അറിയാമല്ലേ? ഒറ്റയപ്പം ചക്കയും അരിപ്പൊടിയും പഴമൊക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് വരാഹമത്തിന് മുഖ്യമായ നിവേദ്യം. പിന്നാലെ ചെറു ഒറ്റയപ്പം, ഒറ്റയപ്പം നിവേദിക്കാം. അപ്പം അത് വൈകുന്നേരം അത് തയ്യാറാക്കാം. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഒറ്റയപ്പം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് വേണം? എല്ലാവരോടേക്കും നിങ്ങൾക്ക് ഇതൊക്കെ ഈ വഴിപാട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കമ്പനികളുടെ വഴിപാട് സീറ്റ് എടുക്കേണ്ടി വരും. അപ്പം അതിനനുസരിച്ചുള്ള അത് തയ്യാറാക്കാം. വൈകുന്നേര സമയത്ത് അത് നിവേദിക്കും. ആ നിവേദ്യം നിങ്ങൾക്ക് തരും. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇങ്ങനെ ഓരോ ദിവസമുണ്ട്. അപ്പം നാളത്തേതാണ് പ്രത്യേകമായിട്ട്. 2-ാം ദിവസം ഭദ്രകാളി പ്രാദുർഭാവം ഉണ്ടാകും. 3-ാം ദിവസം നരസിംഹാവതാരം ഉണ്ടാകും. 4-ാം ദിവസം കൃഷ്ണാവതാരം ഉണ്ടാകും. 4-ാം ദിവസം കൃഷ്ണാവതാരം മാത്രം കേട്ടോ. വാമനാവതാരം, മത്സ്യാവതാരം, ശ്രീരാമാവതാരം, ഗജേന്ദ്രമോക്ഷം, ധാരാളം കഥകൾ കേൾക്കാം. കൃഷ്ണാവതാരം, ശ്രീകൃഷ്ണാവതാരം കാണാം. പിന്നെ 5-ാം ദിവസമാകുമ്പോൾ ഈ ശ്രീകൃഷ്ണ ലീലകൾ പറയുമ്പോൾ ഭഗവാന്റെ മനോഹരമായ ശ്രീകൃഷ്ണ കഥകൾ പറഞ്ഞു രുക്മിണി സ്വയംവരം എന്നുള്ള കഥയൊക്കെ കേൾക്കാം. 6-ാം ദിവസമാകുമ്പോൾ അവിടെ ഭഗവാന്റെ ഭക്തന്മാരോടുള്ള ആ ഒരു ആനുകൂല്യത്തിൻ്റെ കഥ പറയുമ്പോൾ ഭക്തോത്തമനായിട്ടുള്ള സുദാമാവിൻ്റെ കഥ കേൾക്കാം. അർജുനനെ വൈകുണ്ഠ ലോകത്തിൽ കൊണ്ടുചെന്ന് ഈ ഞാനാണ് ഇപ്പോൾ കിടക്കണേ എന്ന് പറഞ്ഞ് വൈകുണ്ഠമൂർത്തിയെ കാണിച്ചു കൊടുക്കുന്നത് എന്നതാണ്. ഇങ്ങനെ 7-ാം ദിവസമാകുമ്പോൾ ഈ കഥകളിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന തത്വത്തിലൂടെ താൻ ഈശ്വരൻ്റെ അംശമാണെന്ന് പരീക്ഷത്തിൽ മനസ്സിലാക്കിയിട്ട് മോക്ഷം നേടുന്നൊരു കഥയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സാമാന്യമായ ആദ്യത്തെ സപ്താഹമായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞത്. ഇൻഡെക്സ് ഉണ്ടാവും. ഇൻഡെക്സ് പുസ്തകത്തിലൊക്കെ ഇന്നതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതാണ് ഭാഗവത സപ്താഹങ്ങൾ പങ്കെടുത്തവരുണ്ടാവില്ലേ? ഇവിടെ കേട്ടവർ, ഭാഗവതം കേട്ടവരുണ്ടാവില്ലേ? ഒന്ന് കൈയ്യോർത്താമോ? സാമാന്യത്തിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ പൊതുവായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ആദ്യമായിട്ട് ഇതാണ് ഇതിൻ്റെ സാമാന്യ സമ്പ്രദായം. ഇതിൽ മുഖ്യമായും ഭഗവാന്റെ തിരുനാമത്തെ ആദരമായി ഭക്തിയോട് കൂടിയിട്ട് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്.